ഹ്യൂൻസ് ആൻഡ് പെയിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബർ അല്ലാത്തവർക്കും ഈ പെയിൻറ്റിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഭയങ്കരമായിട്ട് ബോറടിച്ചിരുന്നൊരു ദിവസം എനിക്ക് തോന്നി ഒരു സൂര്യനെയും ഒരു സൺസെറ്റും പിന്നെ ഒരു കിളിയും വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ആദ്യം ഞാൻ എടുക്കുന്ന ഒരു യെല്ലോ കളർ പെയിൻ്റാണ്. ആ പെയിൻ്റ് എടുത്ത് ആദ്യം ഞാൻ ആ മൂണിനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മൂണിന് അല്ലെങ്കിൽ സണ്ണിന് ചുറ്റും ഞാൻ വളരെ നല്ല രീതിയിൽ ആ യെല്ലോ കളർ റൗണ്ട് ഷേപ്പിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാം, പക്ഷേ കുഴപ്പമില്ല, പ്രത്യേക രീതി. അതിനുശേഷം ഒരു ഓറഞ്ച് കളർ എടുത്ത് അതിന് ചുറ്റും അടിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ആ റൗണ്ട് ഷേപ്പ് കീപ്പ് ചെയ്ത് വേണം നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട്. കാരണം സൂര്യൻ്റെ ബട്ടൺ റൗണ്ട് ഷേപ്പിലാണല്ലോ എടുക്കുക. അതുകൊണ്ടാണ് രണ്ടാമത് തെറ്റിയിട്ട് ഞാൻ താഴോട്ട് ഒരു റൗണ്ട് ഷേപ്പ് കീപ്പ് ചെയ്ത് വെച്ച് പോകുന്നത്. അതിന് ചുറ്റും ഒരു ലൈറ്റ് റെഡ് കളറിൻ്റെ ഒരു ചെറിയൊരു മാപ്പിംഗ് പോലെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ റെഡ് കളർ താഴെ, റെഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഓറഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം, ആ ഡാർക്ക് ഓറഞ്ച് കളർ താഴെ ഫുൾ അടിച്ചു കൊടുക്കുകയാണ്. ഇത് ഓയിൽ പാസ്റ്റൽ പെയിൻ്റാണ്. അപ്പോൾ ഓയിൽ പാസ്റ്റൽ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഫുള്ള് അടിച്ചതിന് ശേഷം ഇത് നമ്മൾ സ്മഡ്ജ് ചെയ്യും. സ്മഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കും. ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ടിഷ്യൂ പേപ്പർ 3-4 പീസസ് ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് സ്മഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാനത് ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സിന് ഓൾറെഡി കുറച്ച് സ്മഡ്ജിങ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ സ്മഡ്ജ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം കളേഴ്സ് എല്ലാം കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആ ലൈറ്റ് ജോയിൻ ചെയ്യുന്നിടം ഭയങ്കര നാച്ചുറലായിട്ട് വരും, ഭയങ്കര കൂളായിട്ട് നാച്ചുറൽ ലുക്കിംഗ് ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോള് വന്ന് കുറച്ച് ശല്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചില ആ പേപ്പർ ഫോൾഡ് ചെയ്യുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റാതെ പോയത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈവനായിട്ട് എല്ലായിടത്തും നമ്മൾ ആ സ്മഡ്ജ് ചെയ്യുമ്പോൾ ആ റൗണ്ട് ഷേപ്പിൽ സ്മഡ്ജ് ചെയ്യാൻ നോക്കണം. എങ്കിലേ നമ്മൾ റേസ് എല്ലാം റൗണ്ട് കളറിലായിട്ട് വരത്തുള്ളൂ. ഏകദേശം സ്മഡ്ജിങ് കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. ആ മൂന്നും വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. അതും ഇതുപോലെ തന്നെ നമ്മളൊരു നല്ലപോലെ സ്മഡ്ജ് ചെയ്ത് വൈറ്റ് ആക്കി എടുക്കണം. ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ പാസ്റ്റൽ അത്യാവശ്യം സ്മഡ്ജ് ആവുന്ന സോഫ്റ്റ് പാസ്റ്റൽ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് സ്മഡ്ജ് ചെയ്യുന്നില്ല. അതിനുശേഷം ഒരു കിളിയെ വരച്ചു കൊടുക്കുകയാണ്. കിളി എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു മരക്കൊമ്പിലിരിക്കുന്ന ഒരു കിളിയാണ്. അതിന് കുറച്ച് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സാധാ പെൻസിൽ വെച്ച് വരയ്ക്കുക. ഇവിടെ നമുക്ക് നോക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് പെൻസിൽ, ഭയങ്കര ഡാർക്കായിട്ടുള്ള ഗ്രാഫൈറ്റ് പെൻസിൽസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കൂടെ നമ്മൾ വരയ്ക്കാമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് ഉണ്ടാവും. പക്ഷേ എൻ്റെ കയ്യിൽ ആ സമയത്ത് അത്രയും ഡാർക്കായിട്ടുള്ള പെൻസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓയിൽ പാസ്റ്റൽ വെച്ചിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന റിസൾട്ടിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഫൈനൽ റിസൾട്ട് വലിയ മോശമല്ല. നിങ്ങൾ കണ്ടു നോക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഔട്ട്ലൈനൊക്കെ കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ കൊടുത്ത് അതിൻ്റെ മണ്ടയ്ക്കൂടെ വരയ്ക്കുകയാണ്. പിന്നെ അതൊരു രസകരമായൊരു സംഭവം എന്ന് വെച്ചാൽ ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ മോൾ ഓടി വന്നിട്ട് അവൾക്ക് പിന്നീട് ഇത് വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഞാൻ അവളെ ഇത് വരയ്ക്കാൻ കൊടുക്കാം, ഓയിൽ പാസ്റ്റൽ അവൾക്ക് വരയ്ക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വരയ്ക്കാൻ സമ്മതിച്ചത്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഡിറ്റായിട്ട് പോയിട്ടുണ്ട്. അവിടെ കൈ ഇടയ്ക്ക് ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവിടെ കൈ വരുന്നുണ്ടായിരുന്നു. പിന്നെ ആ റൈറ്റ് സൈഡിനകത്തുള്ള 2-3 ലീഫൊക്കെ അവൾ വരച്ചതുണ്ട് അതിനകത്ത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ ഇതുപോലെ ഇനി സ്മഡ്ജിങ്ങിലേക്ക് അടങ്ങാം. ഈ സ്മഡ്ജ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാനിപ്പം എടുത്തപോലെ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിവിടെ സ്മഡ്ജ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാരണം നമ്മൾ ബ്ലാക്കാണ്, ഒത്തിരി അങ്ങ് സ്പ്രെഡ് ആവാതെ ജസ്റ്റ് ഒന്ന് ഈവൻ ആക്കി കൊടുത്താൽ മാത്രം മതി. ഏകദേശം ഈവൻ ആക്കി കൊടുക്കുമ്പോഴത്തെ തന്നെ ഏകദേശം ഒരു ഫൈനൽ റിസൾട്ട്, ഇപ്പോൾ ഏകദേശം ഒരു ഫൈനൽ ലുക്ക് വന്നു കഴിഞ്ഞു. ഒരു സൺസെറ്റിൻ്റെ ഭാവി ശരിക്കും പറഞ്ഞാൽ ഇത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം ഭയങ്കര സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ് ആണെങ്കിലും ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങൾക്ക്